ഈ സ്ട്രോക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ആ ഈ റിസൾട്ടായിട്ട് കാണുന്നതാണ് ഈ സ്ട്രോക്ക്. പക്ഷേ അതിൻ്റെ റീഹാബിലിറ്റേഷനിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ കോസിനെ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അല്ലാത്ത രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ശരിയാണോ? ദാറ്റ് ഈസ് ഈ കോസിനെ തൊടണമെങ്കിൽ ശരിക്കും ജീവിതശൈലി കറക്ഷൻ തന്നെ ആവശ്യം വരും. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ലൈഫ് സേവിങ്, അതായത് ക്ലോട്ട് എവിടെയുണ്ടോ, ഹെമറേജ് ബ്ലീഡിങ് എവിടെയുണ്ടോ അതിനെ നിർത്താൻ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ബോധം പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ BP ഒത്തിരി കൂടുതലായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അപ്പം BP പലരും 2-3 ദിവസം BPയുടെ മരുന്ന് എടുത്തിട്ടില്ലായിരിക്കും. അങ്ങനെ ആയിരിക്കും ആ സ്ട്രോക്ക് വന്നിരുന്നത്. നമ്മൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ മതി. പല പേഷ്യൻസും ചിലപ്പം മരുന്ന് കിട്ടിക്കാണുകയില്ല, നമ്മൾ ചെയ്യുന്ന മരുന്ന് കിട്ടിക്കാണുകയില്ല, ഒരു 3 ദിവസം മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി മരുന്നെടുക്കാൻ പോയി, അപ്പോൾ 2-3 ദിവസം അങ്ങനെ പലപ്പോഴുമൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ, കുഴപ്പമില്ലയെന്ന് കരുതും. അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. BPയുടെ മരുന്നിൻ്റെ കാര്യത്തിൽ എല്ലാവരും പ്രത്യേക ശ്രദ്ധ എടുക്കുക. BPക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ അത് കൃത്യസമയത്ത് എടുത്തിരിക്കണം. അല്ല തോന്നുന്ന പോലെ എപ്പോഴും എടുത്തിട്ട് കാര്യമില്ല. കാരണം ചില മരുന്നുകളൊക്കെ അതിൻ്റെ ഇഫക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീബൗണ്ട് ഫെനോമിന എന്ന് പറയും. അത് ഉള്ളതിനേക്കാളും ഷൂട്ടപ്പ് ചെയ്യും. ഇപ്പം നമ്മളുടെ BP ഒരാൾക്ക് എപ്പോഴും ഹൈ BPയിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് അത്രയും ദോഷമില്ല. അതേസമയത്ത് BP മരുന്ന് കഴിച്ചിട്ട് ലോ ആക്കി നിർത്തിയിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ രക്തക്കൊഴലുകൾക്ക് ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും സ്ട്രോക്ക് വരുന്നത്. അപ്പം അതിനാണ് നമ്മൾ ഈ എമർജൻസി മാനേജ്മെൻറ്റ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ചെയ്യുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രോക്കിന് പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ ഓപ്പറേഷനും ഈ ക്ലോട്ട് കളയാനുള്ളതും, പിന്നെ എന്തെങ്കിലും സർജിക്കലി ക്ലോട്ടോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൽ ഇതുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ള. പിന്നെയുള്ളത് ഈ ക്ലോട്ടിന് സ്ട്രോക്കിന് കാരണമായ രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അതിപ്പം BP ഉണ്ടെങ്കിൽ BPക്ക് മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യുക, ഷുഗറിന് കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും.